മീനെ കൊല്ലുന്ന കാണാൻ പേടിയുള്ള ആരെങ്കിലും ഇപ്പോൾ കണ്ണടച്ചു കേട്ടോ, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളപ്പോൾ ഇന്നലെ ഔറംഗാബാദിൽ നിന്ന് വണ്ടി ഓടിച്ച് രത്നഗിരിയിലുള്ള ഗണപതി പൂളെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. വൈകിട്ട് വന്നപ്പോഴേക്കും നമുക്ക് റൂം എടുക്കാനൊന്നും ഇത് കിട്ടിയില്ല, അതുകൊണ്ടൊന്നും നോക്കിയില്ല. ടെൻറ്റ് അടിച്ചു. നമ്മളിപ്പം ടെൻറ്റിനകത്തായിരുന്നു കിടന്ന് ഉറക്കമൊക്കെ. തണുപ്പൊന്നും ഇല്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലൈക്ക് ഇത് ടെൻറ്റ്, ഒരു കുഞ്ഞ് ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് അടിച്ചത് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഒന്നും കാണത്തില്ല, നല്ല ക്ഷീണമായിരുന്നേ, ഒന്നും കാണാൻ വയ്യ. ഇത് നമ്മുടെ തൊട്ട് പുറകിൽ ബീച്ചാണ്. അപ്പോൾ രാത്രി നമ്മൾ കിടന്നപ്പോൾ ഫുള്ള് ബീച്ചിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ നമുക്ക് ബീച്ച് കാണാൻ വേണ്ടി പറ്റിയില്ല. നല്ല സ്ഥലമാണ് കേട്ടോ, പക്ഷെ നല്ല തിരയുണ്ട്. രാത്രിയിലായതുകൊണ്ട് നമുക്കൊന്നും കാണാനായിട്ടോ ഒന്നും പറ്റിയില്ല. നമ്മളിന്നലെ അത്രയും ലേറ്റ് ആയിട്ടല്ലേ വന്നേ. അപ്പോൾ കിടന്ന ലൊക്കേഷനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ വലിയ ഐഡിയ ഇല്ലായിരുന്നു. അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് നോക്കി നമ്മൾ അങ്ങ് ടെൻറ്റ് അടിച്ചു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രത്നഗിരിയിൽ നമുക്ക് ചൂണ്ടയിടാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ചൂണ്ടയിടും. എന്നിട്ട് കിട്ടുന്ന മീനെ നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മൾ കറി വെക്കുകയോ വറക്കുകയോ എന്തെങ്കിലും ചെയ്യും, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നേരെ ഒരു സ്പോട്ട് തപ്പി ഇറങ്ങാം കേട്ടോ. നമ്മളിതപ്പോൾ റെഡിയായി കേട്ടോ. നമ്മളൊരു മീൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻ മാർക്കറ്റാണ്. ഇച്ചിരി ക്ലീനൊക്കെയാണ് കേട്ടോ, അത്ര വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീനൊക്കെയാണ്. നമ്മൾ ചെമ്മീൻ മേടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്, പക്ഷേ ചെമ്മീൻ കുറച്ചേ കിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചെമ്മീനുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വലിയ ചെമ്മീനാണ്, പക്ഷെ പാത്രം തിരിച്ചൊക്കെ ചെയ്തുകൊണ്ട് ഇതുണ്ടോ, ഞങ്ങൾ ഒത്തിരി ഉണ്ടെന്നൊക്കെ വിചാരിച്ചു വന്നു, പക്ഷേ ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണെങ്കിലും മേടിക്കാം. കുറച്ച് കൂടുതലൊക്കെ തരുന്നുണ്ടോ അമ്മച്ചി കേട്ടോ. കിട്ടനായ ആൻറ്റി, കിട്ടനായ. താങ്ക് യു. നമുക്കപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മച്ചി ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അവിടെ ഒത്തിരി മീൻ കിട്ടുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീരാബന്ദ് സംതിങ് അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് 5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥലമൊക്കെയാണ്, നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ രത്നഗിരി എന്ന് പറഞ്ഞത്. കാരണം ഒത്തിരി ഉയരമുള്ള മരങ്ങളും ഇവിടുത്തെ ആൾക്കാരും എല്ലാം നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ. ഇതുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടോ, നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കൂടുതലായിട്ടും വലിയ പൊക്കമുള്ള മരങ്ങളാണ്. അവിടെ നമുക്ക് നാട്ടിൽ വന്നൊരു ഫീലാണ് സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മീരാബന്ദർ ആ സ്ഥലമാണെന്ന് തോന്നുന്നു, പോയി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിന് പേരെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി വന്നതാണ്, പക്ഷേ ഹെവി സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കിടക്കുന്ന. ഈ ഇതുണ്ടോ, ഇട്ടിരിക്കുന്ന ലോക്കിനൊക്കെ നല്ല കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിര കയറുന്ന സ്ഥലമാണ്. പക്ഷേ ഈ സൈഡിലേക്ക് വലിയ താഴ്ചയില്ല. അതുകൊണ്ട് പുറകിൽ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ സൈഡിലേക്ക് വലിയ താഴ്ചയില്ല. അതുപോലെ തന്നെ അവിടെ ആ കോർണറിലായിട്ട് 2-3 പേര് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്ന മീൻ കിട്ടുന്ന സ്ഥലമായിരിക്കും. നമുക്ക് കറി വെക്കാനുള്ള മീനെങ്കിലും കിട്ടിയാൽ മതി. നമ്മളിത് താഴെ നിൽക്കുന്നുണ്ടോ, ഇവിടെ ചൂണ്ടക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് പക്ഷേ ഇറങ്ങണം. ഇതിലും വഴിക്ക് ഇറങ്ങേണ്ടതെന്ന് വലിയ പിടിയൊന്നുമില്ല. എന്നാലും പോയി നോക്കാം. നീ ഇറങ്ങിയ സാധനങ്ങൾ താഴോട്ട് വരാം. നമ്മൾ ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ രാത്രി ഇവിടെ ടെൻ്റ് അടിക്കണമെന്നാണ് പ്ലാൻ. ജിങ്ക, ഇതാണ് ജിങ്ക കേട്ടോ. അതായത് ഹിന്ദിയിൽ പ്രോൺസിന് പറയുന്നത് ജിങ്ക എന്നാണ്. നമ്മളിതേ താഴെ ഇറങ്ങി. നമ്മൾ ഇറങ്ങി വന്ന മേളിലാണ് കേട്ടോ. അവിടെ നമ്മളൊരു വിധത്തിൽ കറങ്ങി ഇവിടെ എത്തി. ഇവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ഇരിക്കുക. അത് ഇവിടുന്ന് കയറി ചൂണ്ടിടുന്ന ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ഇവിടെയാണ് ചൂണ്ടിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷേ താഴ്ച എന്തോരം ഉണ്ടെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ്റെ വലിപ്പം ഇച്ചിരി കൂടി പോയി. നമ്മളൊരു ഇച്ചിരി വലിയ കുളത്തുമാണ് കെട്ടിയേക്കുന്നത്. ചിലപ്പോൾ വലിയ ഏരിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമുക്ക് കുട്ടനും കൂരിയൊക്കെ കയറി പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ചെന്നാൽ നമുക്ക് ഇതാണല്ലോ അവസ്ഥ. എന്നാലും ഇട്ട് നോക്കാം കേട്ടോ.
ഒത്തിരി ദൂരേക്കൊന്നും ഇടുന്നില്ല, ഇത്തിരി അടുത്തായിരുന്നു കേട്ടോ. ഒത്തിരി ദൂരേക്കൊന്നും ഇടുന്നില്ല, അടുത്തിട്ട് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു ചെമ്പല്ലിയോ എന്തെങ്കിലും കയറി കിട്ടിയാലോ പറയാൻ പറ്റത്തില്ല. മീന അയ്യോ ഏതായത് കുട്ടൻ മഞ്ഞക്കൂരി അല്ലടാ കുട്ടൻ കുട്ടനാണ് മുഴുത്ത കുട്ടൻ കവറില്ല പിടിച്ച് പിടിച്ച് പക്ഷേ മോനെ നമ്മുടെ ആദ്യത്തെ മീൻ കുട്ടൻ എന്നാ ചെയ്യാൻ പോകുന്നല്ലേ, നമുക്ക് കറി വെച്ചാലോ. കാരണം ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കറി വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്ന മീനൊക്കെ അപ്പം തന്നെ വെട്ടി മസാല വരട്ടി വെക്കുവാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മീനാകുമ്പോഴേക്കും നമ്മളെടുത്ത് വറക്കുവോ കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വെട്ടാം. പാ എടാ, ഇതിനെ കൊല്ലാനായിട്ട് എന്തെങ്കിലും സാധനം വേണമല്ലോ. നമ്മൾ മീനെ കൊല്ലാൻ പോകണം കേട്ടോ, കാരണം ഇത് ജീവനുണ്ട്. മീനെ കൊല്ലുന്ന കാണാൻ പേടിയുള്ള ആരെങ്കിലും ഇപ്പോൾ കണ്ണടച്ചു കേട്ടോ, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അച്ഛൻ വരെ മുട്ടയുണ്ട് കേട്ടോ, കാണിച്ചേ കോട്ടെ, ക്ലോസ് കാണിച്ചേ. നമ്മളെന്തായാലും മുട്ട എടുക്കുകയാണ്, പിന്നെ പൊരിക്കുക. അത്രയും മുട്ട ഉള്ളായിരുന്നു കേട്ടോ, ബാക്കി മുട്ട പൊട്ടിപ്പോയി. ശരിക്കും പറയാം മീൻ വെട്ടുന്ന സമയത്ത് മമ്മീനെ മിസ് ചെയ്യുന്നു കേട്ടോ. മമ്മി ആണെങ്കിൽ ഇതൊക്കെ നല്ല, ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഇത് മീനൊരുമാതിരി നമ്മൾ മീൻ നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്, നന്നായിട്ടല്ല ഒരു വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ കറി വെക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ ചൂണ്ടിൽ വന്നപ്പോഴേക്കും ഇവിടെ കുറേ കക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, നിങ്ങളെ കാണിച്ചു തരാം. കടലിനോട് ചേർന്ന് കിടക്കുന്ന കല്ലുകളിലും അതുപോലെ പാറക്കൂട്ടങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന വിങ്കിൾ സ്നെയിൽ എന്നറിയപ്പെടുന്ന ഒരുതരം സ്നെയിലാണ് കേട്ടോ ഇത്. ഇത് എഡിബിളായിട്ടുള്ളൊരു സ്നെയിലാണ്. ഇതിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പല ഭാഗങ്ങളിലും. ഇത് ഇത്രയും വലിപ്പം വെക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് കാണുന്നത് പോലെ ഇത് ആ പാറയുടെ മേളിലുള്ള ചെറിയ പ്രാണികളെയും പുഴുക്കളെയും അതുപോലത്തെ ആൽഗേസിനെയൊക്കെ തിന്നുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടൈം ലാപ്സ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്നെയിലാണ്. നമ്മളിവിടുന്ന് പയ്യെ വൈൻഡപ്പ് ചെയ്യണം, അതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല. ഒരു മീനെ കിട്ടിയുള്ളൂ, പക്ഷേ ആ ഒരു മീനാണ് നമ്മൾ പൊരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒത്തിരി മീൻ പിടിച്ചാലും തിന്നാനും പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ മീനാണെങ്കിൽ നമ്മൾ കഴിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് നല്ലൊരു ക്യാമ്പിംഗ് സൈറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. ക്യാമ്പിംഗ് സൈറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ഈ സാധനത്തിനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് പോയാലോ. നമ്മളിപ്പോൾ ഇച്ചിരി രാത്രി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കൊരു ഇച്ചിരി നല്ല രസമല്ലേ രാത്രിയിൽ ഇതുപോലെ കടലിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് മീനൊക്കെ വെട്ടി. ഇത് നമ്മുടെ മുട്ട മൊത്തം പൊട്ടി കേട്ടോ. മുട്ട കളയണ്ട, മുട്ട തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ മീനിനെ വെട്ടി വെച്ചേക്കുവാണ് ഓൾറെഡി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. നമുക്കധികം വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നല്ല ഉള്ള വെള്ളമൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുവാണേ. വലിയ മീൻ മാത്രമല്ല, ഗതികെട്ട ചെറിയ മീനെ നമ്മൾ വെറുതെ വിടത്തില്ല. നമ്മളപ്പോൾ മീനിനെ നന്നായിട്ട് വരയാം കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് വരയുവാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കുക. ഇങ്ങനെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് മീൻ പിടിച്ച് ഉള്ള മീൻ, വലിയ മീനൊന്നുമല്ല, ചെറിയ മീനെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ പിടിച്ച് ഓൺ ദി സ്പോട്ട് അവിടെ വെച്ച് കുക്കൊക്കെ ചെയ്ത് കഴിച്ച ആൾക്കാരുണ്ടോ? അങ്ങനെ ഞങ്ങളൊത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ നൊസ്റ്റാൾജിയ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല രസമാണ്. ആ സമയത്ത് കിട്ടിയ മീനിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ എത്ര ടേസ്റ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുള്ള ഒന്നുമല്ല മാറ്റർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ വിശപ്പാണ്, പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു മീനെ ഉള്ളെങ്കിൽ നമ്മളതിനെ നൈസായിട്ട് കുക്ക് ചെയ്യും. മുളക് പൊടി സ്പൂൺ വേണ്ട, ആദ്യം ഒരു ഇച്ചിരി മുളക് പൊടി ഇടാം കേട്ടോ.
ലേശം മുളക് പൊടി മതിയല്ലേ? ചേരുവൊക്കെ ഇരിക്കട്ടെ. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ലേശം മതി കേട്ടോ, ഇത്ര വേണ്ട. ഇത് കാപ്പിയിടാം നമുക്ക് വേണമെങ്കിൽ. ഉപ്പ് ഇത്ര മതി വരെ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ പനിഞ്ഞിലൊക്കെ ഉണ്ട്, നമുക്ക് നന്നായിട്ട്. പനിഞ്ഞി മുട്ട, മീനിൻ്റെ മുട്ടയ്ക്ക് ഇങ്ങോട്ട് കാണിച്ചു, എൻ്റെ മുഖത്ത് കാണിച്ച്. മീനിൻ്റെ മുട്ടയ്ക്ക് കോട്ടയം സൈഡിൽ പനഞ്ഞീന്നാണ് കേട്ടോ പറഞ്ഞത്. പനഞ്ഞീൻ നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡ് എന്താ പറയുന്നത്? മുട്ടയെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയത്തില്ല, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. നമുക്ക് നല്ല മസാലയൊക്കെ പുരട്ടി അങ്ങ് വെക്കാം. എന്താ കുട്ടൻ്റെ കണ്ണൊക്കെ കുട്ടപ്പനെ മസാല കുട്ടപ്പനാക്കി. ആഹാ, നോക്കി കഴിഞ്ഞ ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പ് ഇച്ചിരി കൂടുതലാണ്, സ്വല്പം ഉപ്പ് കൂടുതലാണ്. അവൻ പറഞ്ഞ ശരിയാ, കുഴപ്പമില്ല. വിറക് ശേഖരിച്ചിട്ട് വരുത്ത കേട്ടോ. നട്ടപ്പാതിരിക്ക് തീ കത്തിക്കാനുള്ള വെറുതെ ഇവിടെ തീയിടാണ് മൊത്തത്തിൽ. എന്തോ മുള്ളുമരൊക്കെയാണ്. ഞാൻ കുറച്ച് വിറക് ശേഖരിക്കാൻ പറഞ്ഞു വിട്ടാ. കൊണ്ടുവന്നേക്കുന്ന വിറക് നോക്കി, ഒരു വറ്റേനെ മൊത്തത്തിൽ വറക്കാനുള്ളത്ര വിറകുണ്ട്. ആത്മാർത്ഥതയുടെ വലിയ സനോച്ചൻ. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാണ് കേട്ടോ. ഇച്ചിരി എളുപ്പത്തിന് തീ കത്തിക്കാൻ എളുപ്പത്തിന് കുറച്ച് കരി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് കരി എടുത്തിടാം. നമ്മൾ കുറച്ച് കരി ഇട്ടിട്ടുണ്ട്. നമ്മളത് 2-3 കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, കൈ പൊട്ടി. അപ്പോൾ നമ്മുടെ തീ ഏകദേശം പിടിച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ ചട്ടി എടുത്ത് വെക്കാം, എന്നാലും അതിൽ വെള്ളമൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചട്ടി എടുത്ത് വെച്ചു. ചട്ടിക്കകത്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് പയ്യെ എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടാകുന്നുണ്ട്, വെള്ളം വറ്റി വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇടാൻ പോവാണ് കേട്ടോ. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പുറ സൈഡിലേക്ക് ആയിപ്പോയി കേട്ടോ. ആഹാ, പൊരിഞ്ഞ് വരുന്ന കേട്ടോ. ഞാൻ തിരിച്ചിട്ട് നോക്കാം. ഈ സൈഡ് ഏകദേശം ആയി കേട്ടോ. തമാശ പറയുമല്ല, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം വിശന്നിരിക്കുകയാണ്. ഈ സൈഡ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിന്ന് ശരിക്കും തീയുടെ ആവശ്യമില്ല, ഇനി ഉള്ള തീയിൽ വെന്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ നല്ല വറുത്ത് മൊരിഞ്ഞിരിക്കുവാണ്. ശരിക്കും കഴിക്കാൻ പാകത്തിനായി. നമുക്ക് എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ചൂട് പോകണം. ചൂട് പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മണം ഇപ്പോൾ വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഒരു 4-5 മീനൂടെ കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. ഇത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തില്ല. നമ്മൾ പോകാൻ നേരത്ത് ഓഫ് ചെയ്തില്ല. അവിടെ കുറേ പയ്യന്മാർ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടോ. ഇവിടെ ദീപാവലിയായിരുന്നു, അപ്പോൾ അവന്മാർ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇതേ ഇപ്പോൾ സനോച്ചൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡോൺ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം മുട്ട ടേസ്റ്റ് ചെയ്തേ. എങ്ങനെയാ, നല്ലതാണോ? എനിക്കൊന്ന് വിശപ്പിൻ്റെ ആണ്. ഇത് ടേസ്റ്റ് നീ കഴിച്ചോ, ഞാൻ ഇച്ചിരി ടേസ്റ്റ്. ഈ മുട്ട ഇച്ചിരി വേണം. ആപ്പടെ ഒരു മുട്ടയേ ഉള്ളൂ. കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യും, തലേന്ന് തന്നെ പിടിക്കും. കഴിച്ച് നിൻ്റെ എക്സ്പ്രഷൻ കണ്ട കഴിച്ചിട്ട്. ചൂടുണ്ടോ നല്ലേ? മീൻ ചൂടോടെ തന്നെ കഴിക്കണം. ആ മസാലയും കൂടെ കൂട്ടി പിടിക്കുക, അടിയിലത്തെ ആ കരി തന്നെ. അതെല്ലാം മസാലയും കൂടെ ചേർത്തിട്ടേ കഴിക്കാൻ പോണേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആഹാ, പാത്രത്തിന് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ദേഹത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുന്നത്. കുട്ടൻ്റെ നല്ല പീസ്, നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഓവറായിട്ടും ഇല്ല, കുറവ്. നല്ല ചൂടാണ് കേട്ടോ.
കുഴപ്പമില്ല, മീൻ ഇച്ചിരി ചൂടോടെ കഴിച്ചാലേ ഉള്ളൂ എനിക്ക് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ദേ കുട്ടൻ്റെ നല്ല അടിപൊളി ഇറച്ചി. എങ്ങനെയുണ്ട്? എനിക്കറിയത്തില്ല വിശന്നിരിക്കുന്നതുകൊണ്ടാണോ അതോ മീനിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ കുട്ടനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് പഠിക്കേണ്ട വലിയ കാര്യമുണ്ട്. വിശപ്പാണ് ഏറ്റവും നല്ല ഇത് കറി എന്ന് പണ്ടാരോട് പറഞ്ഞത്. ഇതിങ്ങനെ വടിച്ചിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ വടിച്ചെടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ മസാലയും കൂടെ കൂട്ടി പൊളിച്ചു. ഇനി എനിക്ക് കഴിയാവുന്ന മുട്ട, കുട്ടൻ്റെ മുട്ട. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇനി മുമ്പോട്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതാണ്. നമ്മളിപ്പോൾ കറൻറ്റ്ലി ഉള്ളത് രത്നഗിരിയാണ്. ഇവിടെ രത്നഗിരി ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഗോവയ്ക്ക് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇത് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ. അതുപോലെ വേറെ കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മൊത്തം ഇത് കാണിച്ചാൽ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്. ഇതുപോലെ നമ്മുടെ ഒരു കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഈ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ ഒരിക്കലും ഈ സ്ഥലത്ത് ഇട്ടിട്ട് പോകരുത്. അത് നമ്മുടെ പ്രകൃതിയെ വെറുതെ നമ്മൾ നശിപ്പിക്കരുത് നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴേക്കും. എന്നിട്ട് ഇത് നമുക്കൊരിക്കലും വീട്ടിൽ കൊണ്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പോകുമ്പോഴേക്കും എവിടെയെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക, ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അയ്യോ 2 ഉണ്ടായത്.